ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വർക്കിംഗ് ഡേയ്സിൻ്റെ കുറേ ക്ലിപ്പൊക്കെ ചേർന്നിട്ട് ഞാനൊരു കുഞ്ഞു വീഡിയോ ആക്കി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ തിരിക്കണത്. അപ്പോൾ ഒരു ദിവസത്തെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിക്കണത് എൻ്റെ എല്ലാ വർക്കും, അതായത് സൽവാർ സെറ്റ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ എല്ലാം ഈ നൂലൊക്കെ ഇങ്ങനെ എണിച്ചതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നതാണ്. അപ്പോൾ ഇപ്പോൾ രാത്രി 12:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാത്രി ഒരു 2 മണി വരെയൊക്കെ എന്തായാലും ഇരുന്ന് അടിക്കും. അതിന് ശേഷമാണ് ഉറങ്ങുന്നത്. പിന്നെ ഒരു 5:30 ഒരു 6 മണിക്കൊക്കെ എണീക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ എൻ്റെ റുട്ടീൻ. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്, ഇപ്പോഴാണ് ഞാൻ ഇടുന്നത്. അപ്പം ഇങ്ങനെ ഓരോരുത്തരുടെയും പേര്, ഇത് ഡ്രസ് കോഡ് ആയതുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോ ബണ്ടിലായിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് അതിൽ പേരെഴുതി വെക്കാൻ കേട്ടോ. കാരണം സൽവാർ തന്നെ 8 സെറ്റ് ഉണ്ട്, എൻ്റെയും കൂട്ടിയിട്ട് 9 ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനെല്ലാം ഇങ്ങനെ പേരെഴുതിയിട്ടാണ് വെക്കണത്. പിന്നെ ഞാനിത് രാത്രി സമയത്ത് ഇങ്ങനത്തെ പാട്ടൊക്കെ കേട്ടിട്ടാട്ടോ ഇങ്ങനെ ഇതാക്കണത്. ചിലപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും, അതുകൊണ്ട് ഞാൻ വോയിസ് ഓവറും കൂടെ അതിലിടയിൽ കൂടെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേ ആസിഫലിൻ്റെ ഒരു പാട്ടാണ് കേട്ടോ അതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ യൂട്യൂബിൽ മലയാളം ലോഫി അങ്ങനത്തെ ഒക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള സോങ്സൊക്കെ വരുന്നുണ്ട്. അതാണ് ഞാൻ കൂടുതലും കേൾക്കാറ്. രാത്രി സമയത്തൊക്കെ നല്ല പീസ്ഫുള്ളായിട്ട് നമുക്ക് മൈൻഡൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് അടിക്കാൻ പറ്റും. ഇത് ഞാൻ എല്ലാവരുടെയും കഴിഞ്ഞവരുടെയൊക്കെ പേരൊക്കെ ഒന്ന് ഇങ്ങനെ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ കേട്ടോ. പിന്നെ നമുക്ക് ഈ പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് രാത്രി 2 മണി വരെയൊക്കെ ഇരിക്കില്ല. അപ്പോൾ വീട്ടിലുള്ളവർക്കും ഡിസ്റ്റർബ് ആവാണ്ട് പതുക്കാണ് വെച്ചിട്ടാട്ടോ കേൾക്കണത്. പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഞാൻ രാവിലെ നേരത്തെ എണീച്ച് ഒരു 5:30 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ എണീച്ചിട്ട് ഒരു പാൻറ്റ് അപ്പോഴത്തേനും തയ്ച്ച് കറക്റ്റാക്കിയതാണ് കേട്ടോ. പെട്ടെന്ന് പണി തീർക്കുകയാണ്. പിന്നെ ഇടയിൽ കൂടെ ഇങ്ങനെ ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഡ്രസ്സ് വേണമെന്ന് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ അയൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇന്ന് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് അയൺ ചെയ്ത് കറക്റ്റാക്കിയിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫോട്ടോസൊക്കെ ഉണ്ട്. ഫോട്ടോസ് എങ്ങനെ എടുക്കണം എന്നുള്ളതൊക്കെ ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഇത്ര മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഉറക്കമൊക്കെ ഒഴിച്ചിരുന്ന് അടിക്കണത് കൊണ്ട് നല്ല തലവേദന ഉണ്ട്. അപ്പോൾ ഒരു ഗ്രീൻ ടീ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിൽ പഞ്ചസാര ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ഗ്രീൻ ടീ മാത്രമാണ്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ബോഡി കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം തന്നെ നമുക്ക് കൺട്രോൾ ചെയ്ത് പോകണമെങ്കിൽ നല്ല രസമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഗ്രീൻ ടീ ആണ് കുടിച്ചുകൊണ്ടിരിക്കണത്. ഇത് ഡാബറിൻ്റെ ആണ് തോന്നുന്നു കേട്ടോ. അത് കുടിച്ചതിന് ശേഷം വീണ്ടും അത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഓരോ ദിവസത്തെ ക്ലിപ്പാണ് കേട്ടോ. എനിക്ക് ഏത് ദിവസമാണെന്നുള്ളതൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. കാരണം അപ്പം ഞാനിങ്ങനെ എടുക്കണതാണ്. ഫസ്റ്റ് തൊട്ട് തന്നെ ചെറിയ ചെറിയ ക്ലിപ്പിങ് എടുത്തിട്ട് ഞാനിങ്ങനെ എടുത്തെടുത്ത് വെച്ചതാണ് കേട്ടോ, ഒരുമിച്ച് ഇടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് വേറൊരാൾക്ക് അടിച്ചു കൊടുക്കുന്നതാണ്. ഇത് ആലിയക്കട്ട് മോഡലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ അടിച്ചതിൻ്റെ പകുതിയിലെത്തിയ സമയത്താണ് ഇങ്ങനെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഗ്രീൻ ടീ കുടിച്ചുകൊണ്ടിരിക്കട്ടെ. കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് പോയി ഇങ്ങനെ നോക്കിയിട്ട്, കാരണം മെഷീൻ്റെ ഈ ലൈറ്റ് ഇങ്ങനെ നോക്കിയാൽ തന്നെ അടിക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ണിനും തലക്കൊക്കെ ഭയങ്കര സ്ട്രെയിൻ ആയിട്ട് തോന്നും. അപ്പോൾ കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കി നമുക്ക് നമ്മുടെ ഗ്രീൻ ടീ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് പിറ്റേ ദിവസമാണ്. ഇത് ചെറിയ കുട്ടിയുടെ കേട്ടോ, ഒരു 1.5 വയസ്സാണ് തോന്നണേ. 1.5 വയസ്സ് കുട്ടിയുടെ ബേബി നമ്മൾ നെക്കിലേക്ക് ഇങ്ങനെ അതിൻ്റെ ഫ്ലവർ പിടിപ്പിച്ചു കൊടുക്കാൻ കേട്ടോ. ഫസ്റ്റ് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. അതിന് ശേഷം അത് ഈ ഗ്ലൂ ഒക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് തുന്നി കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ കുട്ടികളുടെ കൈയാണ്, അപ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് വലിക്കുന്ന സമയത്ത് എന്തായാലും പേർന്ന് പോകും. അതുകൊണ്ട് എന്തായാലും ഒന്ന് ചെറുതായിട്ടൊന്ന് തുന്നിയും കൂടെ കൊടുക്കുക. അത് നൈസ് തുണി ആയതുകൊണ്ട് കൂടുതൽ തുന്നാൻ പറ്റില്ല, തുണി കീറിപ്പോവും. അതുകൊണ്ട് നമുക്ക് ചെറിയ തുന്നലായിട്ട് മാത്രമേ കൊടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ കേട്ടോ. ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ സ്കേർട്ടിലേക്ക് ഇതുപോലെ തന്നെ ഫ്ലവർ വെക്കാനുണ്ട്, അതിൻ്റെ പണിയുണ്ട്. മെയിനായിട്ടുള്ള അടിപ്പ് മാത്രമല്ല ഈ ഓരോ ഡ്രസ്സിനും വരുന്നത്. ഇപ്പോൾ ഈ ഒരു സ്കേർട്ടിന് വരുന്നത് നമ്മൾ 4 ലെയറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ നമ്മൾ വന്നിട്ട് ഓർഗൻസ മെറ്റീരിയൽ, നമ്മുടെ മെയിൻ മെറ്റീരിയലാണ് ഇതിൻ്റെ ഫസ്റ്റത്തെ ലെയറായി കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ക്രീപ്പിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ലൈനിങ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ലൈനിങ് ഉണ്ട്, അതും ക്രീപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ക്രീപ്പിൻ്റെ മേലെ നമ്മൾ ഇതുപോലത്തെ സ്റ്റിഫ് നെറ്റ് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് ഫ്രിൽസ് ഇട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്കേർട്ട് നല്ല രസമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കൊടുക്കുന്നത്.
അപ്പോൾ ഇതിൽ മൊത്തത്തിൽ 4 ലെയറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള എഫേർട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ കഷ്ടപ്പാട്. നമുക്ക് എത്രത്തോളം നമുക്ക് അതിങ്ങനെ ഈ മെറ്റീരിയൽ ആയതുകൊണ്ട് പ്രത്യേകം പറയണ്ട, ഈ മെറ്റീരിയൽ ആകുമ്പോൾ നമുക്ക് കയ്യിലിങ്ങനെ പിടിച്ചാൽ കറക്റ്റായിട്ട് കിട്ടില്ല. അത് അതിനനുസരിച്ച് തന്നെ നമ്മൾക്ക് എഫേർട്ട് ഉണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഓരോ ഞൊറിയായിട്ട് ഇങ്ങനെ എടുക്കാം. നമ്മൾ ഫ്രണ്ട് ഭാഗം ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നല്ല നീറ്റായിട്ടുള്ളത് സെലക്ട് ചെയ്തിട്ട് ഇതിലിങ്ങനെ ഓരോ ഞൊറിവിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ അതിലേക്ക് ഫ്ലവർ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് സ്കേർട്ട് ഇടുന്ന സമയത്ത് കറക്റ്റായിട്ട് ഫ്ലവർ ഇങ്ങനെ എടുത്ത് കാണിക്കും. അല്ലെങ്കിൽ അതിൻ്റെ ഉൾസൈഡ് ഇങ്ങനെ ഈ ഞൊറിവില്ലാത്ത ഭാഗത്തേക്കാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലവർ അവിടെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ട് കാണില്ല, എടുത്ത് കാണിക്കില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ അത് നോക്കിയിട്ട് വേണം ഫ്ലവർ വെക്കാനായിട്ട്. അപ്പോൾ അത് ഞാൻ ഗ്ലൂ ഒട്ടിച്ച് വെച്ചിട്ടാണ് ഫ്ലവർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഗ്ലൂ ഒക്കെ ഒന്ന് ഉണങ്ങിയിട്ട് പിന്നെ ഞാൻ തുന്നിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ ആ കുട്ടികളുടെ അത് സെറ്റായിട്ടുണ്ടായിരുന്നു. ഇത് വലിയവരുടെ ആണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അടുത്ത ആൾക്ക് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ അയൺ ചെയ്തിട്ട് നമ്മളത് പാക്ക് ചെയ്യാണ് കേട്ടോ. എൻ്റെ വർക്കിംഗ് ഡേയ്സിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതിന് തൊട്ടടുത്ത് തന്നെ കുഞ്ഞു ബെല്ലൈക്കൻ കൂടിയുണ്ട്, അതും കൂടെ ഓൾ ആക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. പിന്നെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്, ബൈ.